കുഞ്ഞുട്ടന്റെ പൈച്ചിട്ട് ചെയ്യുന്നില്ല. അതെ അതെ, കുഞ്ഞുട്ടന്റെ പുതിയ ഡയമണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ലോഗ്. അപ്പൊ ഇന്ന് നമ്മളെല്ലാരും കൂടി അപ്പൊ എന്റെ കസിൻസ് എല്ലാം വന്നിട്ടുണ്ട്. നമ്മളെല്ലാരും കൂടിയിട്ടൊന്ന് കറങ്ങാൻ പോകുന്നു, റീൽസ് എടുക്കാൻ പോകുന്നു, വേറൊരു കസിനെ കാണാൻ പോകുന്നു. അപ്പൊ അതിന്റെ വ്ലോഗാണ് ഇന്നത്തത്. ഇതാ അപ്പു ഉണ്ട്, ഇടാ മനുവേട്ടനുണ്ട്, കുഞ്ഞുട്ടനുള്ളിലുണ്ട്. നമ്മ അച്ഛനെ കാണാനാണ് പോകുന്നത്. ഇപ്പൊ എന്റെ സമയം 4:37 പോവാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 റീൽ എടുക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ ഒന്ന് റൂമിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു നമ്മളൊരു 10 ടേക്കെങ്കിലും എടുത്തിട്ടുണ്ടാവും. സാധനം സിമ്പിളായിരുന്നു, പക്ഷെ ഒരാൾ ശരിയാക്കുമ്പോൾ മറ്റാൾ തെറ്റിക്കും, വേറൊരാൾ ശരിയാക്കുമ്പോൾ അടുത്ത ആൾ തെറ്റിക്കും. അങ്ങനെ ഫുൾ സമയം നമ്മൾ അതിന് തന്നെ പോയിന്. പക്ഷെ സംഭവം നല്ല രസമുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മളെ ഫസ്റ്റ് പോകുന്നത് ചായ കുടിക്കാൻ വേണ്ടിട്ട്. കുഞ്ഞുട്ടന്റെ പൈച്ചിട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചായ കുടിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ക്യാമറയിൽ വരാൻ നല്ല ആഗ്രഹമുണ്ട്, കാണുന്നില്ല. അപ്പൊ അവ സൈഡിലായി പോയി. അപ്പൊ നമുക്ക് ആദ്യം പോയിട്ട് ചായ കുടിക്കാൻ. എല്ലാവർക്കും നല്ലോണം വിശക്കുന്നു. അതെ അതെ, കുഞ്ഞുട്ടന്റെ പുതിയ ഡയമണ്ട് എനിക്ക് തരാറുണ്ടോ പോകുമ്പോ? മനുവേട്ടനടാ ഡ്രൈവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആദ്യം ചായ കുടിക്കാൻ പോകുന്നത്. ചായ കുടിച്ചിട്ട് നമുക്കൊരു റീൽ എടുക്കാനുണ്ട്. സമയം കിട്ടി നമ്മൾ പാർക്കിൽ പോയിട്ട് എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ നേരെ ജബ്ലയിൽ പോകും. ആടെയാണ് നമ്മുടെ അടുത്ത കസിനില്ലേ, മാമന്റെ മോൻ. അപ്പൊ ഓനെ കാണാൻ പോകും. ഓനെ കാണാണ്ട് കുറേ ആയി. ഓൻ ഫെബ്രുവരിയിലാണ് ജോലിക്ക് കയറിയത്. അന്ന് കണ്ടത് ലാസ്റ്റ്, പിന്നെ കണ്ടിട്ടാ 3 മാസമായി. അപ്പൊ നമ്മൾ ഓനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മെയിൻ ആയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പോയി ചായ കുടിക്കാം. ബാക്കിൽ എന്താ പിന്നെ ലാസ്റ്റ് കണ്ട ഞാനായിരിക്കുമല്ലേ? അതെ, കരാമേന്ന്. ഗൈസ്, അങ്ങനെ നമ്മളെ ചായ എല്ലാം കുടിച്ചു. ഇപ്പൊ നമ്മൾ ഒരു റീൽ എടുക്കാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്കിൽ വന്നിട്ടുണ്ട്. അവരോടൊപ്പം പിന്നെ എത്ര ടേക്ക് എടുക്കേണ്ടി വരും എന്താ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജബലലിൽ പോണതാ. ഓന് 7 മണിക്ക് ഇറങ്ങും. ഇപ്പൊ 5:45. 5:55 നമുക്ക് ഇറങ്ങണം. അതെ അതെ, 5:55 നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം കേട്ടാ. ഗൈസ്, നല്ല പാർക്ക്. ഡാൻസ് എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല, നോക്കാം. വേഗം കളിച്ചു നോക്കാം നമുക്ക്. ഗൈസിനിപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് ഡാൻസ് റീൽ എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് 10 മിനിറ്റിൽ ഇറങ്ങണം. അച്ഛൻ്റെ അടുത്ത് 7 മണിയാകുമ്പോൾ എന്തായാലും എത്തണം. നമ്മള് ഡാൻസ് റീൽ ഷൂട്ട് കഴിഞ്ഞു. 10 മിനിറ്റിന് പോയ നമ്മൾ എത്ര മിനിറ്റ് എടുത്തു? അപ്പോ 5:45 മടത്തിന്. നമ്മിപ്പോ 6:23 തിരിച്ചിറങ്ങിയത്. എന്താ ചെയ്യാ? ഇനിയിപ്പോ നമുക്കൊന്നും നോക്കാനില്ല, നേരെ ജബ്ലലി. അൽ ജബ്ലാലി. പക്ഷെ എന്നാലും 1/2 മണിക്കൂർ എടുത്തിട്ടോ പോ. അരല്ല, അതെ. അല്ലെങ്കിൽ പൊളിക്കട്ടെ. ഇപ്പൊ ലൈറ്റും പോയി. ഇനിയിപ്പോ നമ്മ നേരെ ജബ്ലലി പോയിട്ട് അവിടെ അച്ഛനെ കാണാം. ഗൈസ്, നമ്മളെങ്ങനെ ഫൈനലി അച്ഛൻ്റെ അടുത്തെത്തി. അച്ഛനെ കാണാനാണ് ഞങ്ങൾ കിലോമീറ്റർ താണ്ടി വന്നത്. ഇതോ എന്റെ ഷൂ. എന്തെങ്കിലും അച്ഛനെ കണ്ടതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ കൂട്ടത്തിൽ അച്ഛനെ അവസാനമായി കണ്ടത് ഞാനാണ്. സത്യം. അതെ അതെ.
ഗൈസ് ഇവൻ ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഉണ്ടായിട്ടാ. ഞാൻ ഫെബ്രുവരി 2 അപ്പം നിന്നെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് 1. നീയോ? ഞാൻ ഫുൾ ഫോണിലായിരുന്നു. ഞാൻ ഫുൾ കോൺഫിഡൻസ് കൊടുത്തവരെ വിട്ട ഇന്റർവ്യൂവിന്. അതെ നീയോ? അപ്പൊ നീ 2 ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്, ഞാൻ 1 ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. എത്ര കമ്പനി പണിയെടുക്കാൻ പ്രധാന കാരണം ഞാൻ. അതെ മൂല കാരണം. എങ്ങനെയുണ്ടാ വർക്കല? കുഴപ്പമൊന്നുമില്ലപ്പാ, സെറ്റ് ഉണ്ട്. അച്ചു സെറ്റ്. ഇന്റർവ്യൂ ഇല്ല പറയാ. കുഴപ്പമൊന്നുമില്ല. 5 സ്റ്റാർ റേറ്റിംഗ് കമ്പനിയുടെ മുമ്പിലാ അതൊക്കെ കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞാ ഗൈസ് ഇനി നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഇന്ന് കുഞ്ഞുട്ടന്റെ പാർട്ടി ഫുഡ് കഴിക്കാൻ പോകും. അപ്പുന്റെ പാർട്ടി ആരോ പാർട്ടി നമ്മത് ഫുഡ് കഴിക്കാൻ പോകും. കാർഡ് എടുത്തിനാ എടാ എന്റെ താക്കോല്. ഓക്കെ ഇനി നമ്മ കുറച്ച് സമയം വർത്താനം പറഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഹലോ ഗായ്സ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോൾ ലാസ്റ്റ് എടുത്ത് എനിക്ക് ഓർമ്മയില്ല എപ്പോൾ എടുത്തതെന്ന്. ഇപ്പം എന്തായാലും സമയം 11 നോക്കട്ടെ, 1 മിനിറ്റ്. ഇപ്പം സമയം 12 മണി ആവാനായി. നമ്മൾ നേരെ അച്ഛൻ്റെ അടുത്ത് പോയി. ഞാൻ അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ നേരെ അച്ഛൻ്റെ അടുത്ത് പോയി. ഞാൻ ആ വീഡിയോയിൽ എടുത്തിന്. അച്ഛനെ കണ്ടു. അച്ഛൻ്റെ അടുത്ത് നമ്മൾ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കരാമ പോയിട്ട് അവരവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പൂനെല്ലാം അവിടെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ നമുക്ക് അൽനാദയെല്ലാം പോകാനുണ്ടായിന്. 2-3 പാസ്പോർട്ട് വാങ്ങിക്കാനുണ്ടായിന്. അപ്പോൾ അൽനാദ പോയി പാസ്പോർട്ട് മേടിച്ചു. എന്നിട്ട് നമ്മൾ കുഞ്ഞുട്ടനെ കൊണ്ടാക്കി. ഇപ്പോൾ നമ്മൊരു ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്, എല്ലായിടത്തും നല്ല തിരക്കുണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് നല്ലോണം ടയർഡായി. എപ്പോൾ ഇറങ്ങിയത്? അല്ല അങ്ങനെ അത്ര നേരത്തെ ഇറക്കിയല്ല, പക്ഷെ ഒന്ന് ഭയങ്കര ടയർഡായി. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം റീൽസ് എടുക്കാമെന്ന് പാടി ഇങ്ങനെ കുറേ സമയം റീൽസ് നോക്കലും പഠിക്കാൻ നോക്കലും കുറേ വർത്താനം പറയലും എല്ലാം ആയിട്ട് വെറുതെ പോയി സമയം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ 4-5 മണി ആയിന്. പിന്നെ നമ്മൾ ചായ കുടിച്ച് റീൽസ് എടുത്തു ഇറങ്ങി. എന്തോ ഭയങ്കര ടയേർഡായി, എന്തോ ഭയങ്കര ഒരു ക്ഷീണം. പോവണം, കുളിക്കണം, കിടക്കണം, ഉറങ്ങണം, അത്രയേ ഉള്ളൂ ഇപ്പം മനസ്സിൽ. അത്രയും ടയേർഡ്. ഇങ്ങനെ കാലെല്ലാം ഭയങ്കര വേനെടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ മനുവേട്ടൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. 12 മണിയിൽ അലറ പിടിച്ച്. അപ്പോൾ മനുവേട്ടൻ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ വേറെ വീഡിയോ ഒന്നുമില്ല. കഴിഞ്ഞാ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ കുഞ്ഞു വ്ളോഗാണ്. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. കാരണം എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വൈകുന്നേരം അതിന്. പിന്നെ നമ്മൾ പോയിടത്തെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. നമുക്കങ്ങനെ വീഡിയോ എടുക്കാനില്ലേ. ആ പാർക്കിൽ തന്നെ ഭയങ്കര ആൾക്കാരായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, അവരെല്ലാം ഫേസ് കാണൂലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ക്ലിപ്പൊന്നും എടുത്തിട്ട്. പിന്നെ നമ്മൾ ജബ്ലയിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിന്. എല്ലാവരും എന്തെല്ലോ പാട്ടെല്ലാം പാടി വർത്താനം പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ ആ സമയത്തൊക്കെ ക്യാമറ ഓണാക്കാൻ മറന്നായിരുന്നു. ക്യാമറ ഓണാക്കാൻ ഞങ്ങൾ കുറേ നല്ല ക്ലിപ്പ് ഇട്ടിട്ടി, കുറേ നല്ല കണ്ടന്റ് ഇട്ടിട്ടി. നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് ഉണ്ടാട്ടി. ഇതിപ്പോൾ അതൊന്നുമില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ അതൊന്നും എടുക്കാൻ പറ്റിയിട്ട. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വ്ളോഗാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഇനി എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വ്ളോഗ് ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, പക്ഷെ നടക്കൂല. കാരണം എല്ലാത്തിനും കൂടി കഴിയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വ്ളോഗാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ബാക്കിയായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബായ്.